ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യെസ് ആൻഡ് യെസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ ഗീ റൈസാണ് ചെയ്യാൻ പോകുന്നത്, അതായത് നെയ്ച്ചോറ്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് കാണാം. ഇതിൽ 2 കപ്പ് ജീരക ചമ്പ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കപ്പ് മതി. അപ്പോൾ ആവശ്യത്തിനുള്ളത് നമുക്ക് എടുത്തോളാം. പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം എത്രയെന്ന് വെച്ചാൽ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം വെച്ച് 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് സവാളയാണ്. അവസാനം നന്നായിട്ട് ബ്രൗൺ കളർ വരാൻ വേണ്ടിയിട്ട് വറുത്ത് കോരാനായിട്ട് സവാള എടുത്തിട്ടുണ്ട്. അത് നല്ല സ്ലൈസായിട്ട് വെച്ചിട്ടുണ്ട്. റേസിൻസ് കുറച്ച് എടുത്തിട്ടുണ്ട്. കാഷ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചേർക്കാനായിട്ട് ഇച്ചിരി ഏലക്ക, ഗ്രാമ്പ്, പട്ട വെച്ചിട്ടുണ്ട്. അവസാനം ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇച്ചിരി മല്ലിയില ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഇത്രയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ആവശ്യമുള്ള എണ്ണ ആദ്യം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് സവാള നല്ല ബ്രൗൺ കളറിൽ ആകുന്നവരെ വരട്ടി മാറ്റി വയ്ക്കണം. ഇത് വറുത്ത് കോരി മാറ്റി കഴിഞ്ഞു. പിന്നെ അടുത്തത് കാഷ്യൂസ് ആണ്. ഇതേപോലെ ബ്രൗൺ കളറാവുന്നവരെ വറുക്കും. റേസിൻസാണ്. ഇനി അതേ കടായിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഉള്ളിയ ഉടനെ നമുക്ക് അരിഞ്ഞ് വച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ കൂടെ ഗ്രാമ്പ്, പട്ട, ഏലമോ അത് ഇട്ട് കൊടുക്കുക. ആവശ്യമുള്ള ഉപ്പ്, നമുക്ക് ആവശ്യത്തിന് എത്ര അരി എടുക്കുമോ അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ അരി ഇട്ട് കൊടുക്കുക. ഇച്ചിരി ശകലം വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 3 കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതിനൊഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക. നമ്മളെല്ലാ സൈഡുകളെല്ലാം ഇട്ട് കൊടുത്ത പിന്നീട് അടച്ച് വെച്ച് വേവിക്കുക. സ്വാദിഷ്ടമായ നെയ്ച്ചോറ് റെഡി. ഇനി അവസാനമായിട്ട് നമ്മൾ മല്ലിയില, പിന്നെ സവാള, വറുത്ത് വച്ചിരിക്കുന്ന സവാള, പിന്നെ റേസിൻസ്, കാഷ്യൂസ് ഇതെല്ലാം ഇങ്ങനെ വച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വെച്ച് നമ്മുടെ അവസാനം കഴിക്കുക. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് മട്ടൻ കറി അല്ലെങ്കിൽ ചിക്കൻ കറി വെച്ച് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക.